ജാസ്മിനൊക്കെ എന്തുകൊണ്ടായിരിക്കും? ജാസ്മിനെ കൊണ്ടാണ് എല്ലാരും ജീവിച്ചത്. ഏത് രീതിയിലാണ്? ജാസ്മിനെ കൊണ്ടാണ് ബിഗ് ബോസിന്റെ കോണ്ടന്റുകൾ ജാസ്മിനെ കൊണ്ട് ജീവിച്ചു എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ജാസ്മിന് കുറെ നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. ജിൻറ്റോയും ജാസ്മിനും ഒക്കെയാണ് കോണ്ടന്റ് മേക്കേഴ്സ്. നല്ല TRP കൊടുത്തത് റോക്കി അല്ലേ? അങ്ങനെയാണെങ്കിൽ റോക്കി ഉണ്ടായിരുന്ന സമയത്ത് റോക്കിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ ഓവറോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളിലാണ് ഞാൻ കാണുന്ന ഒരു ഫോക്കസിങ് എന്ന് പറയുന്നത്. മൊത്തത്തില് ജാസ്മിനിൽ കാണുന്ന ഒരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? ജാസ്മിൻ ഇതിന് സർവൈവ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് തന്നെയല്ലേ വലിയ ക്വാളിറ്റി. എല്ലാവർക്കും പറ്റത്തൊന്നുമില്ല. ഇമാതിരത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് സർവൈവ് ചെയ്ത് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ പുറത്തു നിന്ന് വൈൽഡ് കാർഡ്സ് ഉള്ളിൽ പോയി അവര് പുറത്തെ വിഷയങ്ങൾ പലതും ഷെയർ ചെയ്തിട്ടും പലതും മനസ്സിലാക്കിയിട്ടും സർവൈവ് ചെയ്ത് നിൽക്കണമെന്നുണ്ട്. ഷെയർ ചെയ്തത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല നമ്മുടെ ബിഗ് ബോസ് ഗെയിം വെച്ച്? അല്ല, അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും എല്ലാ സീസണിലും വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒബിയസ്ലി ഈ സാധനം ഉണ്ടാവും. സീസൺ 1 മുതൽ ഇപ്പൊ സീസൺ 1 നിൽക്കുമ്പോ ഷിയാസ് ഒക്കെ വന്ന സമയത്തായാലും നമ്മളെ പുറത്തുള്ള ഇമ്പാക്ട് എന്തെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ അത് വരും. സീസൺ 1 പ്ലേയേഴ്സ് ആണോ സീസൺ 6 പ്ലേയേഴ്സ് ആണോ ഏറ്റവും അടിപൊളി? 1 എന്റെ അതിനകത്ത് യാതൊരു സംശയം ഉണ്ടായിരുന്നു. ജിൻഡോനെ കുറിച്ച് എന്താ അഭിപ്രായം? ജിൻഡോനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല. എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയുടെ ഫേക്ക്നെസ് ഒന്നും ഞാൻ കാണുന്നില്ല. ജിൻഡോനെ തന്നെയാണ് കാണുന്നത്. ജിൻഡോ നല്ലതിന് വേണ്ടിട്ട്. പക്ഷെ അങ്ങനെ നല്ലതെന്നുള്ള രീതിയിലല്ല. എനിക്ക് ജിൻഡോയുടെ സ്വഭാവത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ജിൻഡോ അത് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഫേക്ക് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയും. അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും, ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും. എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് എനിക്ക് പേഴ്സണലി അയാളോടൊരു പ്രത്യേകിച്ച് സ്ത്രീകളുള്ള സമീപനത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. അത്രയും വേറെ വിഷയമൊന്നുമില്ല. ഗെയിമർ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹൗസിനുള്ളിലെ പ്രകടനങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്ത് നടന്ന മുമ്പത്തെ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് ആഗ്രഹം വിശ്വസിക്കാൻ ജനങ്ങളാണല്ലോ അതിന്റെ ഔട്ട്പുട്ട് ഒന്നും. കപ്പടിച്ചില്ലെങ്കിൽ വിഷമാവോ? ഇല്ല, അങ്ങനെ വിഷമമൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. ജാസ്മിൻ കഴിഞ്ഞാൽ ആയിരിക്കണം ഡിസേർവ് എന്നുള്ളത്. ജാസ്മിൻ കഴിഞ്ഞാലായിരിക്കും ഒരു നല്ല ഗെയിമർ എന്ന് പറയുന്നത്. ജിൻഡോ, അർജുൻ. അപ്പൊ ഈ ജാസ്മിനെ കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അല്ലെങ്കിൽ റണ്ണാവുന്നതെന്ന് പറഞ്ഞു നേരത്തെ. അപ്പോ ഇവരുടെ ഒരു പ്രണയവും ഗബ്രിയായിട്ടുള്ള പ്രണയമൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവർ ചെയ്യിപ്പിച്ചായിരിക്കോ? എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ടൊന്നും. അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ. ആളുകളൊക്കെ വെളിയിൽ വന്നിരുന്ന് വല്ലതും വിളിച്ച് തള്ളുന്ന വിചാരിച്ചിട്ട് അവർക്ക് നിങ്ങൾ ആരും വിശ്വസിക്കല്ലേ. ബിഗ് ബോസ് ഒക്കെ പ്യൂർ ഒരു ഗെയിം ഷോ ആണ്. അവര് നമ്മൾ എന്ത് കോണ്ടന്റ് കൊടുക്കുമെന്ന് അങ്ങോട്ട് ചോദിക്കും. അല്ലാതെ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും അവർ അകത്തേക്ക് വിടില്ല. കാരണം അവർക്ക് TRP വേണം. അതുകൊണ്ടിട്ട് എന്ത് കൊടുക്കും എന്നുള്ളത് അന്വേഷിക്കുകയോ. ഇപ്പൊ നമ്മളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് സെലക്ഷൻ കിട്ടും. ഇനഫ്. അല്ലാതെ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയാൻ എങ്ങനെ പറ്റും നമുക്ക്? നമ്മളുടെ ഒരു ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തെ നമ്മളൊരാള് ഇങ്ങനെ പുഷ് ചെയ്ത് ഇപ്പൊ ഒരു കണ്ടസ്റ്റന്റ് വെളിയിൽ വന്നിരുന്ന് പറയുന്നുണ്ട് ഇന്നത്തെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. വൈൽഡ് കാർഡാണ്. അയാളോട് ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു? ജാസ്മിനെ കൊണ്ടാണ് ഇത്തവണ ബിഗ് ബോസ് ഓടിയത്. ഇത്തവണ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഇതെന്താണ്, മെസ്സേജ് എന്താണ്? അത് നിങ്ങൾ ആളുകൾ എങ്ങനെയാണോ ഈ ബിഗ് ബോസിൽ വീക്ഷിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പ്രേക്ഷകരുടെ മെസ്സേജ്. എനിക്ക് മെസ്സേജുകൾക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകളിൽ ബെസ്റ്റ് സീസൺ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിലവിലുള്ളതിൽ മറ്റേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് ഇയാളെ അതിന് വേണ്ട ആക്കുമല്ലോ. അത് വേണ്ടിയിട്ട് ഞാൻ അതിനെ പറ്റി പറയും. അതായത് ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ സൂപ്പർ അല്ലേ, സ്ത്രീ അല്ലേ, അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. ആണുങ്ങൾക്കൊന്നും ഇത്രയൊന്നും വരത്തൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു സംഭവം. നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടുള്ളൂ, ഈ സിസ്റ്റം ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഈ പെണ്ണ് ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ. ബിഗ് ബോസിലെ ഹിന്ദി സീസൺ അടക്കം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് കിട്ടിയിരിക്കുന്നത് ബോയ്സിനാണ്. അതെ, പറഞ്ഞൊരു വ്യത്യാസം അല്ലല്ല. അത് വിഷയം നിങ്ങൾ മാറ്റി എന്റെ അടുത്ത് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാം. അതായത് ഞാൻ ഇപ്പൊ പൊതുവേ ഉള്ള ഒരു ഇതുണ്ടല്ലോ, സ്ത്രീയാണ് എന്നത് കൊണ്ടിട്ട് കോട്ട് ചെയ്യപ്പെട്ടു. ജാസ്മിന്റെ കാര്യം ചോദിച്ചോണ്ട് പറഞ്ഞാണ്. ഫിസിക്കൽ അസോൾട്ട് ഇതുവരെ ഈ 56 സീസണുകൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സാധനം വന്നിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ വരാൻ പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ ഉണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? നല്ല രീതിയിലാണ് പറയുന്നത്. ആളുകൾ ഇവിടെ വന്ന് അടിക്കുന്ന മറ്റേ ബിഗ് ബോസിനുള്ളിൽ സ്ത്രീകൾ മറ്റേ മിസ്യൂസ് ചെയ്യപ്പെട്ട് പോകുന്നു എന്നുള്ള ലേബലൊക്കെ നിങ്ങൾ എല്ലാവരും കട്ട് ചെയ്താൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ വളരെ ധൈര്യമായിട്ട് അന്തസ്സായിട്ട് തന്നെ ആത്മാഭിമാനത്തോടുകൂടി പോകാൻ പറ്റും.
ഈ പറയുന്നത് പോലെ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒരു ഇതൊന്നും വെച്ചെന്ന് കിട്ടുന്ന സംഭവമൊന്നുമല്ല ഇത് ഒരുപാട് പ്രോസസ്സുകൾ ഉള്ളതാണ്. 10-11 ആളുകൾ ഒരുമിച്ചിരുന്ന് ഓഡിറ്റ് ചെയ്യപ്പെട്ട് 6-7 പ്രാവശ്യത്തെ ഇന്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സംഭവമാണ്. അത് പുരുഷനോ സ്ത്രീയോ ട്രാൻസോ ആരോ ആയിക്കോട്ടെ, ഏത് ജെൻഡറിൽപ്പെട്ട ആരോ ആയിക്കോട്ടെ, അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പോകും. നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലൊരു മികച്ച പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവും.